അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു റബ്ബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി വസാഇരിൽ മാദിഹീന വൽ മുഹിബ്ബീന വൽ ആശിഖീൻ وأسلافهم وأخلافهم وجميع المؤمنين. بسم الله الرحمن الرحيم. محمد رسول الله صدق الله العظيم. قال رسول الله صلى الله عليه وسلم: أنا سيد ولد آدم عليه السلام. وقال رسول الله صلى الله عليه وسلم: التحدث بنعمة الله شكر وتركه كفر. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൻ നൂർ റബീഉൽ അവ്വൽ ഷരീഫിൻ്റെ 5ാമത്തെ ദിറാസ മീലാദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് മൗലിദ് ആഘോഷം. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ പ്രകാശമാണ് അള്ളാഹു ആദ്യം പടച്ചത്. അതാണ് 1ാം സ്റ്റെപ്പ്. ആ പ്രകാശം കൊണ്ടാണ് സർവ്വ സൃഷ്ടികളെയും പടക്കപ്പെട്ടത്. എന്നിട്ട് ആ പ്രകാശം അമ്പിയാക്കൾ സ്വാലിഹീങ്ങളുടെ മുഖേന അവിടെ മുതുകിലൂടെ, അങ്ങനെ സ്വാലിഹാത്തിൻ്റെ അർഹാമു മുഖേന അബ്ദുള്ള റളിയല്ലാഹു അൻഹു, ആമിന ബിബി റളിയല്ലാഹു അൻഹയുടെ മുഖേനയാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ ഈ ഭൂമി ലോകത്തേക്ക് അവിടുത്തെ ഉജൂദ് മസ്ഊദ് ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅ്സത്ത് ഷരീഫ 40 വയസ്സാകുമ്പോൾ നുബുവത്തിൻ്റെ പ്രഖ്യാപനം. അതിൻ്റെ മുമ്പ് അൽ അമീനായി നുബുവത്തിൻ്റെ ജീവിതം ജീവിച്ചു. അതെല്ലാം വിശദമായി ഒരുപാട് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട അതിൻ്റെ യഥാർത്ഥം എന്താണ്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഹുസ്നുൽ മഖ്സദി ഫി അമലിൽ മൗലിദ് എന്ന് മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഗ്രന്ഥത്തിലും, അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി അൽ മക്കി അൽ ഹസനി റഹിമഹുല്ലാ അവിടുത്തെ മഫാഹീമു യജിബു അൻ തുസഹഹ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട യഥാർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഹ്ഫിൽ മീലാദ്, മീലാദ് ഷരീഫ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾ ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ വിലാദത്ത് മുബാറക്കുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും സന്തോഷിക്കുകയും ആ ഒരു വണ്ണമായ നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് മജ്ലിസുകൾ സംഘടിപ്പിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, അവിടുത്തെ റിസാലത്തിൻ്റെ മർത്തബകളും മിഅ്റാജിൻ്റെയും ഹിജ്റത്തിൻ്റെയും അഹ്വാലുകൾ, അവസ്ഥകളും, അതുപോലെ അവിടുത്തെ മുഅ്ജിസത്തുകൾ, അവിടുത്തെ അഖ്ലാഖ്, അവിടുത്തെ ആദാത്ത് കരീമ, അഖ്ലാഖ് കരീമ, ബഹുമാനമുള്ള സ്വഭാവമെല്ലാം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം വെളിവാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കാനും ബഹുമാനിക്കാനും ശക്തി നൽകിക്കൊണ്ട് ഇങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഫളായിലുകൾ, കമാലാത്തെല്ലാം അള്ളാഹു അവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രത്യേകമായി നൽകിയതും മറ്റു സൃഷ്ടികളിൽ നിന്ന് വേർതിരിച്ചതും, ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ, സംഭവങ്ങൾ ഹദീസുകളുടെയും ആസാറു സ്വഹാബയുടെയും അതുപോലെ മുഅ്തബറത്തായ മുസ്തനദായ ഗ്രന്ഥങ്ങൾ മുഖേനയും പറയപ്പെടുന്ന ആ പുണ്യകർമ്മങ്ങൾക്കാണ് മീലാദ് ഷരീഫ് എന്നൊക്കെ പറയാം. പരിശുദ്ധമായിരിക്കുന്ന ഖുർആൻ ഷരീഫിൽ ഇതിന് അസ്ല് അടിസ്ഥാനമായി ധാരാളം ആയത്തുകളിൽ കാണാം. ഈസാ നബി അലൈഹി സ്വലാം അവരെ സമുദായത്തിലേക്ക് മാഇദ സുപ്ര എറിഞ്ഞപ്പോൾ
ആ സുപ്ര എറിഞ്ഞ സന്തോഷം വെളിവാക്കിക്കൊണ്ട് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന കാണാം. സൂറത്തുൽ മാഇദ 114 ആയത്തിൽ അല്ലാഹുമ്മ റബ്ബന അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാഇ തകൂനു ലനാ ഈദൻ ലി അവ്വലിനാ വ ആഖിരിനാ. ആ സുപ്ര എറിഞ്ഞ ദിനം മുൻഗാമികൾക്കും പിൻഗാമികൾക്കൊക്കെ സന്തോഷ ദിനമാകാൻ വേണ്ടി ഈസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്. നാം ചിന്തിക്കേണ്ടതുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിഅമത്ത് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയാണ്, അയ്യു നിഅമത്തിൻ അഅ്ളമു ബിബുറൂസി ഹാദൻ നബിയിൽ മബ്റൂർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വലിയ നിഅമത്ത് ഏതാണ്? സുപ്രയറങ്ങ എന്ന് പറഞ്ഞത് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് ഇപ്പോഴും ശേഷമുള്ള ആളുകൾക്കും അത് സന്തോഷ ദിനമാകണം. തകൂനു ലനാ ഈദൻ ലി അവ്വലിനാ വ ആഖിരിനാ. അതായത് ഹാലുള്ള ആളുകൾക്കും മുസ്തഖ്ബിലുള്ള ആളുകൾക്കും അത് ഈദാകണം എന്ന് ഈസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം അത് മാലി ഹാല് മുസ്തഖ്ബില് എല്ലാവർക്കും സന്തോഷിക്കേണ്ട ദിനം തന്നെയല്ലേ? നാം ചിന്തിക്കേണ്ടതുണ്ട്. സുപ്രയെക്കാളും എല്ലാ അമ്പിയാക്കളെക്കാളും സർവ്വ സൃഷ്ടികളെക്കാളും മഹത്വമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിനം എന്ന് പറയുന്നത് അത് വലിയ മഹത്വമുള്ള ദിനം തന്നെയല്ലേ? പരിശുദ്ധ ഖുർആൻ വദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും എന്നും പറഞ്ഞിട്ടുണ്ട്, വദക്കിറുഹും ബി അയ്യാമില്ലാഹി അതും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തിനെ ഓർക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് ചെയ്ത ദിനങ്ങളെയും സ്മരിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ പറയാണ്. മാത്രല്ല വഅമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ്, ഇമാം ബൈഹഖി റഹിമഹുല്ലാഹിനെ തൊട്ട് നുഅ്മാൻ ബഷീർ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് തഫ്സീർ മആലിമുത് തൻസീൽ തഫ്സീർ ബഗവിയിലും അതുപോലെ ശുഅബുൽ ഈമാൻ ബാബും ഫി തഅദീദി നിഅമില്ലാഹി വ ശുക്രിഹ എന്നതിൽ ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുകയാണ് ശുഅബുൽ ഈമാനിൽ അത്തഹദ്ദുസു ബി നിഅമത്തില്ലാഹി ശുക്റുൻ വ തർക്കുഹു കുഫ്റുൻ. അള്ളാഹുവിന്റെ നിഅമത്തിനെ എടുത്തു പറയുക അത് ശുക്റാണ്, അതിനെ ഉപേക്ഷിക്കുക, അള്ളാഹുവിന്റെ നിഅമത്ത് എടുത്ത് പറയാതിരിക്കുക അത് കുഫ്ർ, നന്ദികേടാണ് എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിങ്കളാഴ്ച ദിവസം എല്ലാ ദിവസം നോമനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. നോമനുഷ്ഠിക്കുമായിരുന്നു, നോമനുഷ്ഠിക്കാൻ കൽപ്പിക്കും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ച നോമനുഷ്ഠിക്കുന്നത് കാരണം ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫീഹി ഉയത്തു ഫീഹി ഉൻസില അലയ്യ, ഇതേ ദിനമാണ് ഞാൻ ജനിച്ചത് എന്നും ഇതേ ദിനമാണ് എനിക്ക് വഹി അറിയിക്കപ്പെട്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിം ബാബു ഇസ്തിഹ്ബാബി സിയാമി സലാസത്തി അയ്യാം സിയാമിന്റെ അധ്യായത്തിൽ 2750 ഹദീസ്, അതായത് 478 പേജിൽ കാണാം. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദിന് അടിസ്ഥാനമായി ധാരാളം ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കാണാം. ഒരുപാട് ആയത്തുകൾ ഹദീസുകളും കാണാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുക്ക് മിമ്പർ വെച്ചിരുന്നു. ആ മിമ്പർമ കയറിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും അവിടുത്തെ അളമത്തുകളും വിശദീകരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആക്ഷേപിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ദീനിന് ശത്രുത കാണിക്കുന്ന എല്ലാവരെയും ദഫാഴ് ചെയ്തുകൊണ്ട്, അവിടുന്ന് ദിഫാഴ് ചെയ്തുകൊണ്ട് അവരെ വെടിഞ്ഞുകൊണ്ടിട്ട് ബൈത്തുകളൊക്കെ പറയുന്ന കാണാം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നു, ഇന്നല്ലാഹ യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസ് മാ യുഫാഖിറു ഔ യുനാഫിഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തുർമുദി ഇമാം സുനനു തുർമുദി അബ്വാബുൽ ഇസ്തിഗ്ദാൻ ബാബു മാ ജാഅ ഫി ഇബ്തിദാഇ ശിഅർ എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ചുരുക്കി പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകളിലും അതിന്റെ അടിസ്ഥാനം നമുക്ക് കാണാൻ കഴിയും. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. സൂറത്ത് ആലി ഇംറാൻ 164. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ.
അതായത് സൂറത്തുൽ അംബിയ 107. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, സൂറത്തുൽ അംഫാൽ 33. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സൂറത്തു തൗബ 128. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നിഅമത്തുകളെ ശുക്ർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വഅമ്മാ ബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, സൂറത്തു ദുഹ 11. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖുൽ ബി ഫദ്ലില്ലാഹി വ ബി റഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. സാധാരണ നമ്മൾ കേൾക്കാറുള്ള മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ. വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, സൂറത്ത് ഇബ്രാഹിം 5. ഈ ആയാത്തിന്റെ അടിസ്ഥാനത്തിൽ മീലാദ് ഷരീഫ്, മൗലൂദ് ഷരീഫ് എല്ലാം സ്ഥിരപ്പെട്ട സംഗതിയാണെന്ന് മഹത്തുക്കളൊക്കെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ, നേരത്തെ പറഞ്ഞ ഹദീസുകളും അതുപോലത്തെ ഒരുപാട് ഹദീസുകൾ മാത്രമല്ല, ഇമാമിയങ്ങൾ മജ്ലിസ് മുബാറക്കായ അതിന്റെ ഫളായിലുകളും ഫവായിദുകളും ധാരാളം പറഞ്ഞത് കാണാം. സുബ്നുൽ ഹുദാ വർ റഷാദിലും അതുപോലെ ഒരുപാട് കിതാബുകളിൽ ഒരുപാട് മഹത്വം പറഞ്ഞത് കാണാം. മാത്രമല്ല അൽ അജീബത്തുൽ മർലിയ ഫീമാ സുഇല സഖാവി അൻഹു മിനൽ അഹാദീസിൻ നബവിയ്യ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ 316-ാമത്തെ പേജിൽ മൗലൂദ് ഷരീഫിനെ സംബന്ധിച്ച് ഹാഫിദ് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കപ്പെട്ടത് 3-ാം വാല്യം 1116-ാമത്തെ പേജിൽ പറഞ്ഞത് കാണാം. ഹാഫിദ് സഖാവി റഹിമഹുല്ലാനെ തൊട്ട് ഒരുപാട് ഇമാമിയങ്ങൾ ഉദ്ധരിച്ചത് കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹിൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ വമിൻ തഅലീമിഹി അമലുൽ മൗലിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ആഘോഷിക്കൽ എന്ന് ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. എന്നിട്ട് ഇമാം സുയൂത്തി റഹിമഹുള്ള പോലത്തെ മഹാന്മാർ പറഞ്ഞ യുസ്തഹബ്ബു ലനാ ഇൽഹാറുശ് ശുക്ർ ബി മൗലിദിഹി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ തങ്ങളുടെ മീലാദ് കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പറയുകയും ശറഈന് വിപരീതമുള്ള വിഷയങ്ങളെ തൊട്ട് സൂക്ഷിക്കണമെന്ന് പറയലോടുകൂടെ ബഹുമാനപ്പെട്ട ഹാഫിദ് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാനിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരുപാട് മഹത്വങ്ങൾ മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഹാബീലിൽ ഫതാവയുടെ ബാബുൽ വലീമ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് എന്ന റിസാലയിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പറഞ്ഞു. അത് വിശദമായി അബൂബക്കർ ദിമിയാത്ത് റഹിമഹുല്ല ഇയാനത്തു ത്വാലിബീൻ 3-ാം വാല്യം 501-ാമത്തെ പേജ് മുതൽ ധാരാളം പേജുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അഹ്മദ് ഇബ്നു സയ്യിദ് ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സീറത്തുൻ നബവിയിൽ അത് ധാരാളം മഹത്വങ്ങളും, മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്ന് പറയുമ്പോൾ യഖൂമൂന തഅലീമൻ ലഹു വഹാദൽ ഖിയാം മുസ്തഹസൻ ലിമാ ഫീഹി മിൻ തഅലീമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മീലാദ് ശരീഫ് മാത്രമല്ല ഖിയാം മീലാദും ഒരുപാട് പുണ്യകർമ്മമാണെന്നും അതിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനിക്കലുണ്ട് എന്നും ഒരുപാട് പണ്ഡിതന്മാര് തുടരാൻ പറ്റിയ ഇമാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട് എന്നും സീറത്തുൽ ഹൽബിയയിൽ, അതായത് ഇൻസാനുൽ ഉയൂൻ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ ഇമാം അലി ഇബ്നു ബുർഹാനുദ്ദീൻ അൽ ഹൽബി റഹ്മത്തുള്ളാഹി അലൈഹി സുബുക്കി ഇമാം റഹ്മത്തുള്ളാഹി പോലത്തെ മഹത്തുക്കളെ തൊട്ട് ഖലീലുൽ മദ്ഹിൽ മുസ്തഫ എന്ന് ബൈത്ത് പാടുമ്പോൾ സുബുക്കി ഇമാം റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിരുന്നതും സദസ്സുള്ള ആളുകളൊക്കെ എഴുന്നേറ്റിരുന്നതും അതിൽ വലിയൊരു സമാധാനവും ഒരുപാട് റഹ്മത്തുകളും ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹിൽ ബയാനിൽ സൂചിപ്പിക്കുകയും ഇയാനത്തു ത്വാലിബീൻ സീറത്തുൽ ഹൽബിയയിലും മറ്റും വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ അബൂ ശാമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, അൽ ബാഇസു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ, ആ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ആ മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യുഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ് സ്വദഖാത്തി വൽ മഅറൂഫ്
وإظهار الزينة والسرور فإن ذلك مع ما فيه من الإحسان إلى الفقراء مشعر بمحبته صلى الله عليه وسلم وتعظيمه وجلالته في قلب فاعل ذلك وشكر الله سبحانه وتعالى على ما من به من إيجاد رسوله صلى الله عليه وسلم الذي أرسله رحمة للعالمين صلى الله عليه وسلم. ഇമാം അബൂ ശാമ തങ്ങൾ പറയാണ്, ഇമാം അബൂ ശാമ റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ബാഇസ് വലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഒരുപാട് മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹി അശ്ശാമി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുബുലുൽ ഹുദാ വർ റഷാദ്, അതായത് അസ്സീറത്തു ശാമിയ, അതിൽ അബ്വാബ് മൗലിദിഹി ഷരീഫ് ആ അധ്യായത്തില് 13ാമത്തെ ബാബിൽ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ മൗലൂദ് ഷരീഫിന്റെ അമല് മീലാദുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞത് 1-ാം വാല്യം 363-ാമത്തെ പേജിൽ കാണാം. മാത്രമല്ല മറ്റു ഒരുപാട് കിതാബുകളിലും ബഹുമാനപ്പെട്ട ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹിയുടെ പുണ്യവാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫതുഹുൽ മുബീനിൽ ശറഹുൽ അർബഈൻ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി 224-ാമത്തെ പേജിൽ അബൂ ശാമ റഹ്മത്തുള്ളാഹിയുടെ ഈ പുണ്യവാക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇയാനത്തു ത്വാലിബീൻ 1-ാം വാല്യം അവസാനത്തെ പേജിലും അതുപോലെ 3-ാം വാല്യം 502-ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട അബൂബക്കർ ദിമിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പുണ്യ ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ അബൂ ശാമ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ ജനിച്ച ദിനം, ആ ജനിച്ച ദിനം ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ജനിച്ച ദിനോട് യോജിച്ച ദിനം എല്ലാ വർഷവും ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. സ്വതക്കകളും സൽക്കർമ്മങ്ങളും നല്ല ഡെക്കറേഷനുകളും സന്തോഷം വെളിവാക്കിക്കൊണ്ട് പാവപ്പെട്ട ആളുകൾക്കെല്ലാം ഒരുപാട് ധർമ്മങ്ങളും സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ട് ഗുണം ചെയ്യലോടുകൂടെ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനവും അവിടുത്തെ തഅലീമ് കൊണ്ട് അറിയിക്കുന്നു എന്നും അത് ചെയ്യുന്നവരുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഉണ്ട് എന്ന് അറിയിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് നൽകിയ ആ നിഅമത്തിന് ശുക്ർ ചെയ്തുകൊണ്ടിട്ടാണ് റഹ്മത്തുൽ ലിൽ ആലമീനായി അയക്കപ്പെട്ട ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഗുണം ചെയ്തിട്ടാണ് അവർക്ക് അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യുന്നത് എന്നൊക്കെ ഇമാം അബൂ ശാമ റഹ്മത്തുള്ളാഹി അലൈഹി അൽ ബാഇസിൽ രേഖപ്പെടുത്തിയത് ഈ മഹത്തുക്കളൊക്കെ ഉദ്ധരിക്കുകയാണ്. ഏതായാലും ഒരുപാട് മഹാന്മാർ ബഹുമാനപ്പെട്ട ഹാഫിദ് സഖാവി റഹ്മത്തുള്ളാഹി അലൈഹി മീലാദ് ഷരീഫ് നടത്തുന്നത് കൊണ്ട് ഒരുപാട് പുണ്യകർമ്മങ്ങൾ ഒരുപാട് ഫള് അദീം വെളിവാകുമെന്നും പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ഹാഫിദ് ഉസ്താദുൽ ഖുറാ മുഹമ്മദ് ജസ്രി റഹ്മത്തുള്ളാഹി അലൈഹി മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട പ്രത്യേകതകൾ പറയുന്നത്, ആ മീലാദ് ഷരീഫ് നടത്തുമ്പോൾ വർഷം മുഴുവനും അമ്നിലും അമാനിലും ഉണ്ടാകും. മാത്രമല്ല മഖ്സദുകളൊക്കെ ഹാസിലാകലോടുകൂടെ വലിയ സന്തോഷം അതിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷംസു മുഹമ്മദ് ജസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞത് സുബുലുൽ ഹുദാ വർ റഷാദിലെ ജുമാ അബ്വാബി മൗലിദിഹി ഷരീഫ് 13-ാം ബാബ് 1-ാം വാല്യം 362-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് തഫ്സീർ റൂഹിൽ ബയാനിലും അതുപോലെ ഒരുപാട് മവാലിദിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല ഇബ്നു കസീർ അടക്കം പറഞ്ഞത് ഒരുപാട് വലിയ വലിയ ഇമാമിയങ്ങൾ ഈ മജ്ലിസിന്റെ മദ്ഹ് പറഞ്ഞതെല്ലാം ബഹുമാനപ്പെട്ട സുബുലുൽ ഹുദാ വർ റഷാദിൽ തന്നെ 1-ാം വാല്യം 363 രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും പുണ്യ മീലാദിന്റെ മജ്ലിസിലേക്ക് വലിയ മഹത്വങ്ങളുണ്ട്. ഇമാം ഖസ്തലാനി തങ്ങൾ പറയാണ്, ലാ സാല അഹ്ലുൽ ഇസ്ലാം മവാഹിബുൽ ലദുനിയയിൽ പറയാണ്, അത് തന്നെയാണ് ഇയാനത്തു ത്വാലിബീനിലും അതുപോലെ ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹിന്റെ തഫ്സീർ റൂഹിൽ ബയാനിലും അതുപോലെ മാ സബത മിൻ സുന്ന ഫി അയ്യാമിസ് സനയിൽ അബ്ദുൽ ഹഖ് ദഹ്ലവി തങ്ങളെല്ലാം പറയുന്നുണ്ട് ഈ മഹത്വമേറിയ ഈ പുണ്യകർമ്മം. ലാ സാല അഹ്ലുൽ ഇസ്ലാം മിൻ സായിറിൽ അഖ്ത്വാരി വൽ മദൻ കിബാർ യഅമലൂന അൽ മൗലിദ വയതസദ്ദഖൂന ഫി ലയാലിഹി ബി അൻവാഇ സ്വദഖാത്ത് ويعتنون بقراءة مولده الكريم ويظهر عليه من بركاته كل فضل عميم. وقال ابن الجوزي جمال الدين الجوزي رحمه الله عن قول مبارك من خواصه أنه أمان في ذلك العام وبشرى عاجلة بنيل البغية والمرام. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശദമായി അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് ഇയാനത്തു ത്വാലിബീൻ 501-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല അൽ മവാഹിബുൽ ലദുനിയ മഖ്സദ് 1 റളാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അധ്യായത്തിൽ 1-ാം വാല്യം 148-ലും പറഞ്ഞത് കാണാം. മാത്രമല്ല ഇബ്നു കസീർ അടക്കം അൽ വിദായത്തു വൻ നിഹായ
630 വർഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് കൗക്കബരി എന്ന് ചരിത്രം പറഞ്ഞ സ്ഥലത്ത് മൗലൂദുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13-ാം വാല്യം 159, 160 കാണാം. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അൽ ഹാബീൽ ഫത്താവ ഹുസ്നുൽ മഖ്സദ് ഫി അമലിൽ മൗലിദ് 1-ാം വാല്യം 222, അതായത് അൽ ഹാബീൽ ഫത്താവയുടെ 1-ാം വാല്യം 222-ാമത്തെ പേജിലൊക്കെ പറഞ്ഞത് കാണാം. മീലാദിന്റെ മജ്ലിസ് നടക്കുന്നത് കൊണ്ട് പുണ്യകർമ്മങ്ങളും, അതുപോലെ സുൽത്താൻ ആദിൽ മലിക് മുദഫർ അബൂ സഈദ്, അതായത് സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ അളിയൻ, മഹാനവറുകളുടെ തഖ്വയും മഹാനവറുകളുടെ സ്വലാഹും എല്ലാം വിശദീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പുണ്യകർമ്മത്തിന് മഹാനവറുകൾ എത്രമാത്രം ചെലവാക്കിയിരുന്നു, ലക്ഷക്കണക്ക് ചെലവാക്കിയതെല്ലാം സംഭവങ്ങൾ അൽ ബിദായത്തു വൻ നിഹായിലും അൽ ഹാബീലിൽ ഫത്താവിലും മറ്റും പറഞ്ഞത് കാണാം. മഹാനായ ഷാ വലിയുല്ലാഹി ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫുയൂദുൽ ഹർമൈനിൽ പറയാണ്, മക്കത്തുൽ മുക്കറമിൽ താമസിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിനം ആ മജ്ലിസ് മീലാദിൽ സംബന്ധിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയം ആ നുബുവത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ആ സംഭവങ്ങളും ഇർഹാസാത്ത്, അതായത് നുബുവത്തെ പ്രഖ്യാപിച്ചത് 40-ാമത്തെ വയസ്സിൽ, അതിന്റെ മുമ്പുണ്ടായ അജായിബാത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോഴുണ്ടായ അത്ഭുതങ്ങളും അതെല്ലാം പറയുന്ന, ബുദ്ധികളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങൾ അതിങ്ങനെ പറയുക. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അൻവാറുകൾ, പ്രകാശങ്ങൾ ഉയർന്നതായി നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഷാ വലിയുല്ലാഹി ദഹലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫുയൂദുൽ ഹറമൈനിലെ 8-ാമത്തെ മുഷാഹദ 26, 27-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാര് മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട, മീലാദു ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, മൗലിദ്, അതിന്റെ ആദരവും ബഹുമാനം നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ചില ബിദ്അത്തുകാർ സീറത്തുൽ മുസ്തഫ, സീറത്തുൻ നബി കോൺഫറൻസ് അതെല്ലാം നടത്താറുണ്ട്. അതേ സ്ഥാനത്ത് മീലാദ് എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്ത അലർജിക്കാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സീറത്തുൻ നബവിയ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെട്ടവും ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹത്തുക്കൾ, ഹഖിന്റെ അഹ്ലുകാർ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ബാബു മാ ജാഅ ഫീ മീലാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ തുർമുദി ഷരീഫിൽ മഹാനവറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല മഹാനായ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറയുന്നത്, ബഹുമാനപ്പെട്ട ഖൈസ് ബിൻ മഖ്റമ റഹിമഹുല്ലാഹിനെ തൊട്ട് ഉലിത്തു അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീലി, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമുൽ ഫീലി, ആനയുടെ ആ സംഭവം വെളിവായ ആ വർഷത്തിലാണ് ജനിക്കപ്പെട്ടത്. അവിടെ തുർമുദി ഇമാം പറയുന്നു, സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബ്ബാസ് ഇബ്നു അശീം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അന്ത അക്ബറു അം റസൂലുള്ളാഹി അക്ബറു, നിങ്ങളാണോ വലിയത്, അള്ളാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയത് എന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞത്, സംഗതി വയസ്സാണ് ചോദിക്കുന്നത്, എന്നിട്ട് പോലും സ്വഹാബത്തിന്റെ ആദരവും ബഹുമാനം നോക്കണം. മഹാനായ സ്വഹാബി പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ബറു മിന്നി വന അഖദു മിൻഹു ഫിൽ മീലാദ്, അള്ളാഹുവിന്റെ റസൂലാണ് വലിയത് എന്നെക്കാളും, പക്ഷെ ജനിച്ചത് ആദ്യം ഞാനാണ്. എന്തൊരു ബഹുമാനമാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനുണ്ടായത്. എന്നാൽ ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുണ്യ പേര് പറയുമ്പോൾ, ബഹുമാനത്തോട് പറയുമ്പോൾ പലർക്കും അലർജിക്കാണ്, അതിനെ മോശമായി കാണുകയും ചെയ്യും. മീലാദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മടി കാണിക്കുന്നവരുമുണ്ട്, അതിനെ ദേഷ്യം പിടിക്കുന്നവരുണ്ട്, അതിനെ മുടക്കാൻ വേണ്ടി അത് ഇല്ലാതെയാക്കാൻ പല തന്ത്രങ്ങളും പല നിലക്കുള്ള വസ്വാസുകളും ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്, ശയാത്തീനുൽ ഇൻസും ശയാത്തീനുൽ ജിന്നിന്റെ ഭാഗത്തിൽ നിന്ന് ഒരുപാട് വസ്വാസുകൾ ഇതിന്റെ കാരണം കൊണ്ടുണ്ടാകും. ഇവിടെ നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടത്, ഇന്ന് പല ബിദ്അത്തുകാരും ഏതൊരു മനുഷ്യനെ കണ്ടാലും ചർച്ചയിടുന്നത് മീലാദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മീലാദു ഷരീഫ് എന്ന് പറയുന്ന ആ പുണ്യകർമ്മത്തെ സംബന്ധിച്ചാണ് അധിക ബിദ്അത്തുകാരും സുന്നി മുസ്ലിമീങ്ങളോട് ചർച്ചയിട്ടുകൊണ്ട് അവരെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കുന്നത്. ഇവിടെ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപരമായി ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അൽ അഹം ഫൽ അഹം, വളരെ പ്രധാനപ്പെട്ട വിശ്വാസം ലറൂറിയാത്തുദ്ദീനാണ്, 1-ാം സ്ഥാനം. അതിൽ നിന്ന് ഒന്നിനെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. 2-ാമത്തെ വിഷയം ലറൂറിയാത്തു അഖായിദി അഹ്ലി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. അതിൽ നിന്ന് ഒന്നിനെ നിഷേധിച്ചാൽ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോകും. 3-ാമത്തത് സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങൾ, മൗലൂദ് ഷരീഫ്, മീലാദ് ഷരീഫിന്റെ മജ്ലിസുകൾ,
മഫാഹിം യജിബൻ തുസഹലക്ക് സയ്യിദ് മുഹമ്മദ് ബിൻ അലി മാലിക്കി റഹിമുള്ള അതിന്റെ ഹക്കീക്കത്ത് എന്താണ്? അത് ഉമൂറുൻ ആദിയായ പുണ്യകർമ്മങ്ങൾ, അതിനെക്കുറിച്ച് ചോദിക്കാൻ പറ്റുമോ? വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഇത് ചെയ്ത് ബാക്കി ദിനങ്ങൾ 360 ചില്ലാനം ദിനങ്ങളൊക്കെ ഗഫലത്തുണ്ടാകും സുന്നികൾ എന്ന് പറയുന്നത് ശരിയാണോ? ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മഫാഹീമു യജിബൻ തുസഹീൽ രേഖപ്പെടുത്തുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറാ തങ്ങളുടെ മീലാദു ഷരീഫ് സുന്നത്ത് ജമാഅത്തിന്റെ പുണ്യ ആചാരങ്ങളിൽ പെട്ടതാണ്. അത് അഹ്ലുസുന്നയുടെ ഒരു ശിആറായി മാറി. അതേ സ്ഥാനത്ത് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെയും ബിദ്അത്തുകാരുടെ ഇടയില് മീലാദ് ഷരീഫ്, ഉറൂസ് മുബാറക്ക്, ഇസ്തിഗാഫ ഇത് മാത്രമല്ല തർക്കമുള്ളത്. അടിസ്ഥാനപരമായ തർക്കങ്ങൾ ധാരാളമുണ്ട്. ഈമാൻ കാര്യങ്ങളിൽ തന്നെ ഒരുപാട് തെറ്റായ വിശ്വാസമാണ് ബിദ്അത്തുകാർക്കുള്ളത്. നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തിൽ, മറ്റു ഈമാൻകാരുമായി ബന്ധപ്പെട്ട ലറൂറിയാത്തു അഖായിദ് അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിൽ ഒരുപാട് പിയച്ച വിശ്വാസങ്ങളുള്ളവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ. അതുകൊണ്ട് ഇത് മാത്രമാണെന്ന് വെറുത്തിരിക്കാൻ വേണ്ടി പലരും പല വിധത്തിലുള്ള വസ്വാസുകൾ ഉണ്ടാക്കും. അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ ബിദ്അത്തുകാരുടെ ഷർറുകളെ തൊട്ട്, ഫിത്നകളെ തൊട്ട്, അവിടെ വസ്വാസുകളെ തൊട്ട് നമ്മയും സർവ്വ മുഅ്മിനീങ്ങളെയും അള്ളാഹു കാത്ത് സലാമത്താക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഏതായാലും മഹാന്മാരായ സ്വഹാബത്ത് അവർ വിലാദത്തിൽ മുബാറക്കെ സംബന്ധിച്ചും ദിക്റുൽ മിലാദിനെ സംബന്ധിച്ച് പലപ്പോഴും പറയുമായിരുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹഖ് ഇലഹബാദി റഹ്മത്തുള്ളാഹി മഹാനവറുകളുടെ ഗ്രന്ഥമാണ് അദ്ദുറുൽ മുനല്ലം ഫി ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ 2 ശിഷ്യന്മാരെ മുഖേനാണ് ഇന്ത്യയിൽ മൗലൂദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നത്. ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹിമഹുല്ലാന്റെ ഒരു ശിഷ്യനാണ് റഷീദ് അഹമ്മദ് ഗംഗോഹി എന്ന് പറഞ്ഞ ദേവബന്ദി വഹാബി. മീലാദുമായി ബന്ധപ്പെട്ട, മൗലൂദുമായി ബന്ധപ്പെട്ട എതിർത്തുകൊണ്ട് ഒരു പുസ്തകം ബറാഹിനെ ഖാത്തിയ. ആ സമയത്ത് ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മറ്റൊരു ശിഷ്യനാണ് അബ്ദുസ്സമീഉ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അൻവാറു സാത്തിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥം എഴുതിക്കൊണ്ട് മീലാദുമായി മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകളെ സമർത്ഥിപ്പിച്ചുകൊണ്ട് രേഖപ്പെടുത്തി. അക്കാലത്ത് തൊട്ടു മുൻപുള്ള ഖാദി ഫളുലുല്ലാ ലുധിയാനബി റഹ്മത്തുള്ളാഹി അൻവാറെ ആഫ്താബി സ്വദാഖത്ത്, അതുപോലെ ബറാഹിനെ ഖാത്തിയക്ക് എതിർത്തുകൊണ്ട് അൽ ബുറൂഖുൽ ലാമിയ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. ഏതായാലും അൻവാറു സാത്തിയ അബ്ദുസ്സമീർ റഹിമഹുല്ലാ എഴുതിയപ്പോൾ അവിടുത്തെ ഉസ്താദായ ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി സമാധാനപ്പെടുത്തിക്കൊണ്ടും തഈദ് നൽകിക്കൊണ്ട് അബ്ദുസ്സമീർ റഹിമഹുല്ലാഹ് ഒരുപാട് കത്തുകൾ എഴുതിയത് അൻവാറു സാത്തിയുടെ മുഖദ്ദിമയിൽ കാണാം. ഏതായാലും ആ ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹിയുടെ കൽപ്പന പ്രകാരം തന്നെയാണ് ബഹുമാനപ്പെട്ട ശൈഖുദ് ദലാഇൽ അല്ലാമ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ഇലാഹബാദി റഹ്മത്തുള്ളാഹി മദീനത്ത് താമസിക്കുന്ന സമയത്ത് സംസം വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച മഹാൻ, 7 വർഷക്കാലം സംസം വെള്ളം മാത്രം കുടിച്ച് ജീവിച്ച മഹാനാണ് അബ്ദുൽ ഹഖ് ഇലാഹബാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അബ്ദുൽ ഹഖ് ഇലാഹബാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്ദുറുൽ മുനല്ലം ഫീ ബയാനി ഹുക്മി മൗലിദ് നബിയിൽ ആദം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട, മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ദലായിലുകൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ആ ഗ്രന്ഥം സുബ്ഹാന ജല്ല ജലാലുഹു 8 ബാബുകളാണുള്ളത്. ഒരു ആദ്യത്തെ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി മദ്ഹ് പാടിയതും സ്വഹാബത്ത് മദ്ഹ് പാടിയതും, അങ്ങനെ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു ശേഷമുള്ളവരും, അങ്ങനെ ഖുലഫാഉൽ അർബ വിലാദത്തുമായി ബന്ധപ്പെട്ട, മീലാദുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ ആ മഹത്തായ ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വന്നിട്ട് സ്വഹാബത്ത് മദ്ഹ് പറയാൻ സമ്മതം ചോദിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം കൊടുക്കുമ്പോൾ, ഖുൽ നിങ്ങൾ മദ്ഹുകൾ പാടുക, ലാ യഫുദില്ലാഹു ഫാക നിങ്ങളെ വായിന്റെ അതുപോലെ നിങ്ങളെ പല്ലുകളൊക്കെ സലാമത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ഹിലിയത്തുൽ ഔലിയ ബാബു ഖുബൈബ് ബിൻ യസ്വാഫ് 1-ാം വാല്യം 364-ാമത്തെ പേജിൽ കാണാം. അതേപോലെ അദ്ദുറുൽ മുനല്ലം ഫീ ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആദമിന്റെ 2-ാം ബാബിൽ രേഖപ്പെടുത്തിയതായി കാണാം.
അതോടുകൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറാ തങ്ങളുടെ മദ്ഹുകൾ പാടുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജസാക്കില്ലാഹു യാ ആയിഷത്തു ഖൈറാ, ആയിഷ നിങ്ങൾക്ക് അല്ലാഹു പ്രതിഫലം നൽകട്ടെ എന്ന് പറയുകയും എന്നിട്ട് പറഞ്ഞു ഫമാ അദ്കുറു അന്നി സുറിർതുക സുറൂരി ബികലാമികി, ഓ ആയിഷ എനിക്ക് ഓർമ്മ വരുന്നില്ല ഇത്രമാത്രം സന്തോഷിക്കപ്പെട്ടത്, നിന്റെ ഈ കലാമ് കേട്ടുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളതുപോലെ എനിക്ക് ഇത്രമാത്രം സന്തോഷമുണ്ടായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹുർ റസൂൽ കേട്ട് സന്തോഷിച്ചത് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഖസായിസുൽ കുബ്ര 1-ാം വാല്യം 116-ലും നുസ്റത്തുൽ അഖ്രീദ് 1-ാം വാല്യം 54-ാമത്തെ പേജിലും അതുപോലെ അദ്ദുറുൽ മുനല്ലം അതിന്റെ 3-ാമത്തെ ഫസ്ല് 49-ാമത്തെ പേജ് മുഖദ്ദിമയിലും മറ്റും രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മദ്ഹ് മീലാദ് മൗലിദ് ഷരീഫുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഒരുപാട് അയിമത്ത് ഗ്രന്ഥങ്ങൾ എഴുതി. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ മീലാദ് ഷരീഫുമായി മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഇഖാമത്തുൽ ഖിയാമ അലാ ത്വാഇനിൽ ഖിയാം ലിനബി തിഹാമ തുടങ്ങിയ 7ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മൗലിദുൽ അസ്ഹറും അതുപോലെ ദുറത്തുൽ യതീമ തുടങ്ങിയ മൗലൂദ് ഷരീഫ് മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമാമീങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജീലാനി സാദാത്തിങ്ങളിൽപ്പെട്ട ആലാ ഹദറത്ത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ തലാമീദിൽപ്പെട്ട സയ്യിദ് മലിക്കുൽ ഉലമ അസ്സയ്യിദ് ഗഫറുദ്ദീൻ ബിഹാരി റഹിമഹുല്ലാ മദ്ഹറുൽ മനാഖിബിന്റെ തുടക്കത്തിൽ മദ്ഹറുൽ മനാഖിബിൽ ഒരുപാട് ഇമാമീങ്ങൾ മൗലൂദ് ഷരീഫ് മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതിയവരെയും അതുപോലെ ഖിയാം മീലാദ് ഖിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലാദത്ത് ജനിച്ചു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന പുണ്യകർമ്മങ്ങൾ ആണെന്ന് ഒരുപാട് മഹാന്മാര് പറഞ്ഞ ഗ്രന്ഥങ്ങൾ എഴുതും മഹാനവറുകൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ നഖി അലി ഖാൻ റഹിമഹുല്ലാഹ് എഴുതിയ ഇദാഖത്തുൽ ആസാം ഉസൂലുർ റഷാദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു ഇഖാമത്തുൽ ഖിയാമയിലും ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തൈരീഖാത്തുൽ അസ്ഹരിയ അലൽ ഫതാവൽ ഹദീസിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഖിയാമുൽ മീലാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളം തെളിവുകൾ പറയുന്നു. അതുപോലെ അസ്സിൽകുൽ മുഅല്ലം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലൊക്കെ ധാരാളം തെളിവുകൾ പറഞ്ഞത് കാണാം ഖിയാമു മീലാദുമായി ബന്ധപ്പെട്ട വിഷയം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരിക്കുന്ന സംഭവങ്ങൾ അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് ഇയാനത്തു ത്വാലിബീൻ 3-ാം വാല്യം 51-ലും രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ ഒരുപാട് മഹാന്മാരൊക്കെ രേഖപ്പെടുത്തി. അതുകൊണ്ട് മൗലൂദ് ഷരീഫ് മീലാദ് ഷരീഫ് ഇന്ന് വരെ ഏതെല്ലാം ഹക്കിന്റെ അഹ്ലികാർ അതിനെ സമർപ്പിച്ച് എഴുതിയിട്ടുണ്ട്, ഖിയാം മീലാദിനെ സമർപ്പിച്ച് എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ഹദ്റത്തിൽ മദ്ഹുകൾ പാടിയിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു സുഹൈർ അസ്ലമി റളിയല്ലാഹു അൻഹു, നാബിഗത്തുൽ ജഅദി, അബ്ദുല്ലാഹി ഇബ്നു റവാഹ, അബ്ബാസ് തുടങ്ങിയ മഹത്തുക്കൾ റളിയല്ലാഹു തആല അൻഹും ഈ മഹാന്മാരൊക്കെ മദ്ഹുകൾ പാടിയതും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടിയതും ഇങ്ങനെ മഹാന്മാർ ധാരാളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മവാഹിബുൽ ദുനിയയിലും അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കാണാം. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ പാടുക, അവിടുത്തെ മദ്ഹ് പറയുക, അവിടുത്തെ മീലാദ് മൗലിദിന്റെ എല്ലാം അടിസ്ഥാനങ്ങൾ പരിശുദ്ധ ഖുർആനിലും അഹാദീസിലും അമ്പിയാക്കൾ അവിടെ നാവിലൂടെ ശേഷം ഇങ്ങനെ ഒരു പ്രവാചകൻ വരും എന്ന ബിശാറത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നു, മുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദിഹി ഇസ്മുഹു അഹ്മദ്, എന്റെ ശേഷം ഒരു പ്രവാചകർ അഹ്മദ് മുജ്തബ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനുണ്ട് എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമ്പിയാക്കൾ അലൈഹി വസ്സലാത്തു വസ്സലാമൊക്കെ ശേഷം ഇങ്ങനെ ഒരു പ്രവാചകർ വരും എന്ന് പറഞ്ഞത് ഒരുപാട് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മാത്രമല്ല അവരൊക്കെ വരും എന്ന് മുസ്തഖബിലിന്റെ വിഷയം പറയുമ്പോൾ നമ്മൾ വന്നു എന്ന് മാലിന്റെ വിഷയം പറയുകയാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹി, അവിടുത്തെ ജന്മമാണല്ലോ നമുക്ക് എല്ലാ നിഅമത്തുകളും കിട്ടാൻ കാരണമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മം കൊണ്ട് അവിടത്തെ കാരണം കൊണ്ടാണ് നമുക്ക് എല്ലാം ലഭിച്ചത്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും അതുപോലെ ലൈലത്തുൽ ബറാഅത്തും ലൈലത്തുൽ ഖദ്റും ഖുർആനും ഈമാനും കഅബയും എല്ലാം ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരണം കൊണ്ടാണ്. അവിടുന്ന് വിലാദത്ത് മുബാറക്ക നടന്നതിന്റെ പേരിൽ അതിന്റെ ശേഷമാണ് ഈ പുണ്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചത്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിഅമത്തുൽ ഉലമ, നമ്മുടെ വാസിത്തത്തുൽ ഉലമയാണ്.
അതുകൊണ്ടാണ് മഹാന്മാർ ഇമാം ഖസ്സലാനി റഹിമഹുല്ലാ മവാഹിബുൽ ലദുനിയയിലും അബ്ദുൽ ഹഖ് ദഹലവി റഹിമഹുല്ലാ മാ സബത മിനസ് സുന്ന ഫി അയ്യാമിസ് സനയിലും മദാരിജുൻ നുബൂയിലും എല്ലാ മീലാദുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ പറഞ്ഞു. ലൈലത്തുൽ മൗലിദ്, ലൈലത്തുൽ വിലാദത്ത് ഷരീഫ, അത് പല നിലക്കും ലൈലത്തുൽ ഖദറിനേക്കാളും മഹത്വമാണെന്ന് വിശദമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും മഹത്വമുള്ള രാവ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ മൗലിദ് ഷരീഫാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്രാ മിറാജിന്റെ രാവാണെന്നും, കാരണം അള്ളാഹുവിനെ കണ്ട രാവാണ് ഇസ്രാ മിറാജിന്റെ രാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ട ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനോ സാധാരണ നബിയോ സാധാരണ പ്രവാചകരോ സാധാരണ സൃഷ്ടിയോ അല്ല. അസാധാരണ മനുഷ്യൻ, അസാധാരണ നബി, അസാധാരണ പ്രവാചകർ, അസാധാരണ സൃഷ്ടിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ആ മഹാമനുഷ്യ 1857 മുജാഹിദെ ജംഗെ ആസാദിയായ ആ മഹാനായ അല്ലാമ ഫദ്ലുൽ ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇംതിനാഉൻ നദീർ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. ഇസ്മായിൽ ദഹ്ലവി എന്ന് പറയുന്ന ദേവബന്ദി വഹാബികളുടെയും ഗൈറ് മുഖല്ലദ് അഹ്ലി ഹദീസിന്റെ ഒക്കെ നേതാവായ ഇസ്മായിൽ ദഹ്ലവി ഇബ്നു തൈമിയയുടെയും ഇബ്നു അബ്ദുൽ വഹാബ് നജീദിയുടെയും പിയച്ച വിശ്വാസങ്ങളെ ഇന്ത്യ രാജ്യത്തിൽ ആദ്യമായി പ്രചരിപ്പിച്ച ആളാണെന്ന് ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ദഫുശ്ശറുൽ അസീറിൽ രേഖപ്പെടുത്തിയ ആ ഇസ്മായിൽ ദഹ്ലവി എഴുതിയ തഖ്വിയത്തുൽ ഈമാൻ, അതായത് തഫ്വിയത്തുൽ ഈമാൻ, ഈമാനെ നശിപ്പിക്കുന്ന പുസ്തകം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ കോടിക്കണക്കിന് ആളുകൾ ഉണ്ടാകാം എന്ന് എഴുതി വെച്ചപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇംതിനാഉൻ നദീർ എന്ന് പറയുന്ന ഏകദേശം 700ഓളം പേജുകളുള്ള ഗ്രന്ഥം എഴുതുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്വിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന ആ മുഴുവനും പുസ്തകത്തിന് തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലിത് തഖ്വ എന്ന ഗ്രന്ഥം എഴുതുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസാധാരണ വ്യക്തിത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യതയില്ലാത്ത സൃഷ്ടിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷത്തിന്റെ പേരിൽ മഹത്തുക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന മൗലൂദ് ഷരീഫ്, മീലാദു ഷരീഫ്, അത് വളരെ അതവോടുകൂടെ ബഹുമാനത്തോടുകൂടെ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എത്രയെത്ര മഹത്തുക്കൾ മൗലൂദിന്റെ മജ്ലിസ് ഷരീഫിനെ എത്രമാത്രം ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൗലൂദ് ഷരീഫിന്റെ മജ്ലിസിൽ പോകുമ്പോൾ നമ്മൾ എത്രമാത്രം ആദാബ് പാലിക്കണം എന്ന് ഒരുപാട് ഇമാമിയങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇയാനത്തുൽ ത്വാലിബീനിലും അതുപോലെ അൻ-നിഅമത്തുൽ കുബ്ര തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി തങ്ങൾ പറയുന്നു, മൻ ഹളറ മൗലിദർ റസൂൽ വഅല്ലമ ഖദ്റഹു ഫഖദ് ഫാസ ബിൽ ഈമാൻ. മൗലൂദ് ഷരീഫിന്റെ മജ്ലിസിൽ സംബന്ധിച്ച് അതിന്റെ ഖദറിനൊക്കെ ബഹുമാനിച്ചാൽ ഈമാൻ കൊണ്ട് വിജയിക്കുമെന്ന്, അതുപോലെ മൗലൂദ് ഷരീഫിനെ ബഹുമാനിച്ചുകൊണ്ട് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി അതിന്റെ ലൈറ്റ്സ് എല്ലാം വിട്ട് നല്ല വസ്ത്രവും നല്ല സുഗന്ധവും ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഷരീഫിനെ ബഹുമാനിച്ചുകൊണ്ട് നല്ല വസ്ത്രം ധരിച്ചു. ആ സമയത്ത് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്നും മാത്രമല്ല ഓരോ വീടുകളിലും മൗലൂദ് ഷരീഫ് ഓതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പുണ്യകർമ്മങ്ങൾ എത്രയാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇയാനത്തുൽ ത്വാലിബീൻ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഏതായാലും ആ മഹാന്മാരുടെയൊക്കെ ദറജാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരുടെ മദദ്, ഹിമായത്ത്, ഷഫാഅത്ത് നൽകട്ടെ. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹിനെ തൊട്ട് അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് ഇയാനത്തുൽ ത്വാലിബീൻ 502 പേജിൽ പറയാണ്, മാമിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മകാൻ വഅമ്മഹുമുല്ലാഹു ബിറഹ്മതി. അതായത് പള്ളികളിലോ വീടുകളിലോ മഹല്ലത്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഓതപ്പെട്ടാൽ അവിടെ മലായികത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹീറാക്കും. മാത്രമല്ല ഫൈനഹും യുസല്ലൂന അലാ മാ കാന സബബൻ ലിഖറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഷരീഫ് ഓതാൻ കാരണക്കാർക്ക് ധാരാളം റഹ്മത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കും. മാത്രമല്ല ഓരോ വീടുകളിലും മൗലൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലൂദ് ഷരീഫ് മദ്ഹുകൾ ഓതുമ്പോൾ ഒരുപാട് വബാ, ആഫാത്ത്, ബലിയാത്ത്, വിഷമങ്ങള്
പരസ്പരമുള്ള ബുഗ്ദ്, ആവശ്യമില്ലാതെ വ്യക്തിപരമായുള്ള ദേശങ്ങള്, അസൂയകള്, കണ്ണേറുകൾ, എല്ലാ ഷർറുകളും നീക്കപ്പെടുമെന്ന് അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാഹ് 3-ാം വാല്യം 502-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ മൗലിദ്, അവിടത്തോട് സ്നേഹിച്ചുകൊണ്ട് മീലാദ് നടത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ അദബും ബഹുമാനത്തോടുകൂടെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ആര് വസ്വാസ് ഉണ്ടാക്കിയാലും അത് കേൾക്കാതെ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇൽമു പഠിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇൽമു പഠിക്കാൻ വേണ്ടി. അപ്പൊ ഇൽമു പഠിക്കാൻ നമ്മളോട് അസ്ലൻ നിലക്ക് നമ്മളോട് അടിസ്ഥാനപരമായി പഠിപ്പിക്കപ്പെട്ടാൽ ഈ കാലഘട്ടത്തിൽ ഇൽമു പഠിക്കാൻ വേണ്ടി വ്യത്യസ്തമായ റൂട്ടുകൾ നമ്മൾ സ്വീകരിക്കുന്നു, വ്യത്യസ്തമായ ശൈലി നമ്മൾ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു വ്യക്തിയും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇൽമു പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ പഠിച്ചിട്ടില്ല, സ്വഹാബത്ത് ഇങ്ങനെ പഠിച്ചിട്ടില്ല, ഇതൊന്നും ചോദിക്കാറില്ല. അതേ സ്ഥാനത്ത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വതുഅസ്സിറുഹു വതുവഖിറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് എങ്ങനെയൊക്കെ ബഹുമാനിക്കാൻ കഴിയും? വ്യത്യസ്തമായ നിലയ്ക്ക് ബഹുമാനിക്കാം. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ജൗഹറുൽ മുനവ്വർ എന്ന് പറഞ്ഞതുപോലെ ഫതഅലീമു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിജമീ അൻവാഇ തഅലീം, ശിർക്ക് വരാത്ത വിധത്തിൽ, അതായത് അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദിന് വിപരീതമുള്ള ആ ശിർക്ക് സൂക്ഷിക്കുക. അനന്യാ ശിർക്ക് എന്ന് വഹാബിയത്തും ദൗബന്ദിയത്തും മൗദൂദിയത്തും പറയും. ആ ശിർക്കല്ല, അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആ തൗഹീദിന് ഓപ്പോസിറ്റ് ഉള്ള ശിർക്കുകളൊക്കെ സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം മദ്ഹുകൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം ബഹുമാനിക്കുക, ആദരിക്കുക. സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് മൗലൂദ്, മീലാദ് ശരീഫ് മുഴുവനും. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക, അവിടുത്തെ മദ്ഹുകൾ ധാരാളം പറയുക. അവിടത്തുള്ള മഹബ്ബത്ത്, മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി, ഒരു വസ്തുവിനെ സ്നേഹിച്ചാൽ ആ വസ്തുവിനെ കുറിച്ച് ധാരാളം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം പറയണം. മൗലൂദും മദ്ഹുകളൊക്കെ ധാരാളം പറയണം. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, जो ना भूला हम गरीबों को रज़ा जिक्र उसकी अपनी आदत कीजिए, നമ്മളെ ഒരിക്കലും മറക്കാത്ത നേതാവാണ്. ജനിക്കുമ്പോഴും അവിടുത്തെ പുണ്യരാവുകളിലും പകലുകളിലും പുണ്യ സമയങ്ങളിലും മറ്റുമെല്ലാം ഈ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മിഅ്റാജിലും അതുപോലെ അവിടുന്ന് ഈ പ്രത്യക്ഷമായ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് നീങ്ങാനേരത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ ഈ ഉമ്മത്തിനെ ഓർത്ത് ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ പ്രത്യക്ഷമായ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് പോയി അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ ഭൂമിന്റെ ഉള്ളിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യക്ഷമായ ഹയാത്തിന്റെ ശേഷം അവിടുന്ന് ഖബർ ഷരീഫിൽ പോലും അവസാന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചു എന്ന് ഖുസും റളിയല്ലാഹു അൻഹു പറഞ്ഞത് അബ്ദുൽ ഹഖ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മദാരിജുൻ നുബൈലും ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അസ്സബാത്ത് ബഅദൽ മമാത് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം ആദരിക്കണം, ബഹുമാനിക്കണം. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഓരോരുത്തരും ഓരോ നിലയ്ക്ക് ബഹുമാനിച്ചത് കാണാം. സ്വഹാബത്ത് ബഹുമാനിച്ചതുപോലെ നമുക്ക് കഴിയില്ല. സ്വഹാബത്ത് തുല്യതയില്ലാത്ത വിധത്തിൽ അവരൊക്കെ തലകൾ പോലും അവരുടെ ജീവിതം മുഴുവനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ നശറിന് വേണ്ടി, ഇശാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അവർ സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കഴിവനുസരിച്ച് ബഹുമാനപ്പെട്ട ജുനൈദ് ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, ഉഹുദ് പർവ്വതത്തിന്റെ അത്ര സ്വർണമുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിൽ ചെലവാക്കുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അബൂബക്കർ ദിമിയാത്തി റഹിമഹുല്ലാ 3-ാം വാല്യം 502-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളെ കഴിവനുസരിച്ച് നമ്മൾ ചെയ്യണം. അതേ സ്ഥാനത്ത് സൃഷ്ടാവായ റബ്ബ് ഖുദ്റത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്ത് വരുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രപഞ്ചത്തിൽ ഒരുപാട് അവിടുത്തെ പ്രകാശം കൊണ്ടാണല്ലോ പടക്കപ്പെട്ടത്. ഇവിടെല്ലാം ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദിന് വേണ്ടി, മൗലൂദ് ഷരീഫിന് വേണ്ടി നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അവിടുത്തെ മഹബ്ബത്ത് ഞങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ ചെയ്യുന്ന ഡെക്കറേഷനുകളും ലൈറ്റ്സുകളും ഇതെല്ലാം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്തോഷത്തിന്റെ പേരിലാണ്. എന്നാൽ അതോടുകൂടി ഞങ്ങളെ മനസ്സും പ്രകാശിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പേടി കൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹയാ കൊണ്ട്
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതത്തിൽ, അവിടുത്തെ പ്രത്യക്ഷമായ ജീവിതത്തിൽ പഠിപ്പിച്ച സന്ദേശങ്ങളെ കൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സുകളെയും ഡെക്കറേഷൻ ആക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ മീലാദ് ഷരീഫുമായി ബന്ധപ്പെട്ട, മൗലൂദ് ഷരീഫുമായി ബന്ധപ്പെട്ട പലരുടെയും വസ്വാസുകൾ നമ്മൾ അത് ശ്രദ്ധിക്കരുത്. അതിലേക്ക് ചുവടോർക്കാതെ നമ്മൾ യഥാർത്ഥമായി മുഅ്മിനായി ജീവിക്കണം, സുന്നിയായി ജീവിച്ച് സുന്നിയായി മരിക്കണമെന്ന ആ പരിപൂർണ ആഗ്രഹം നമുക്കുണ്ടാകണം. അതുകൊണ്ട് വിദഗ്ധക്കാർ അവർ ഏത് വിഷയത്തിലും സംശയിപ്പിക്കുന്ന ആളുകളാണ്. ഈമാൻകാരുമായി ബന്ധപ്പെട്ട യഥാർത്ഥ മുസ്ലിമിനിക്ക് ആവശ്യമുള്ളത് എല്ലാം സംശയിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ മഹത്തുക്കൾ പുണ്യകർമ്മമായി പഠിപ്പിച്ച ഖുർആൻ ഹദീസിന്റെ വെളിച്ചത്തിൽ അയിമ്മത്തിന്റെ ഗ്രന്ഥങ്ങൾ മുഖേന സ്വഹാബത്തിന്റെ കാലത്തുണ്ടായിരുന്ന അടിസ്ഥാനമായി കൊണ്ട് വന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് മീലാദ് മൗലൂദൊക്കെ പുണ്യകർമ്മം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വസ്വാസുകൾ നമ്മൾ കേൾക്കരുത് എന്നും, നമ്മൾ സുന്നത്ത് ജമാഅത്തിൽ അതിന്റെ പ്രധാനപ്പെട്ട വിശ്വാസങ്ങളും അതോടുകൂടി ഈ പുണ്യകർമ്മങ്ങളും ധാരാളം നമ്മുടെ മനസ്സിൽ നിറയുന്ന വിധത്തിൽ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് നിറയുന്ന വിധത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വജുനൂദിഹി وصائر الماضيين والمحبين والعاشقين وصائر أخلافهم وأخلافهم وجميع المؤمنين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.